ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഗ്രാമപ്രദേശങ്ങളിലെ പൌരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്തിന്റെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ബിജെപി നിയമസഭാ കക്ഷിയോഗം ഇന്ന് ചേരും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. പ്രകൃതിക്ഷോഭം നേരിട്ട 5 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 1554 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് 9ാം പതിപ്പിന് കറാച്ചിയിൽ ഇന്ന് തുടക്കം. രഞ്ജി ട്രോഫി സെമിഫൈനലിൽ 457 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറുമായി കേരളം. ഐക്യരാഷ്ട്ര രക്ഷാസമിതി പരിഷ്കാരങ്ങളിൽ ഭൂരിപക്ഷാഭിപ്രായം കണക്കിലെടുക്കണമെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. വാർത്തകൾ വിശദമായി. ഗ്രാമപ്രദേശങ്ങളിലെ പൌരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ സംരംഭങ്ങൾ ഉണർവ് പകർന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ആഫ്രിക്കൻ ഏഷ്യൻ റൂറൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ 77ാമത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഗ്രാമീണ ജനതയെ ശാക്തീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. हमारे सदस्य देशों के ग्रामीण सदस्यों में खुशी और समृद्धि लाना है. यह लक्ष्य तभी प्राप्त किया जा सकता है जब हम उन लोगों को सशक्त बनाएं जो अक्सर सबसे पीछे होते हैं, असुरक्षित होते हैं. विशेष रूप से महिलाओं को, युवाओं को हम मिलकर ग्रामीण समुदाय को सशक्त बनाएंगे, आजीविकाओं को उन्नत करेंगे. രാജ്യത്തിന്റെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. രാജീവ് കുമാർ വിരമിച്ച ഒഴിവിലേക്കാണ് നിയമനം. 18 വയസ്സ് പൂർത്തിയായ ഓരോ പൌരനും വോട്ട് ചെയ്യണമെന്നും രാഷ്ട്രനിർമ്മാണത്തിനുള്ള ആദ്യ പടിയാണിതെന്നും ചുമതലയേറ്റ ശേഷം ജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ഭരണഘടന, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ തുടങ്ങിയവയ്ക്ക് അനുസൃതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നും വോട്ടർമാർക്കൊപ്പമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. First step for national building is voting. Therefore, every citizen of India who has completed 18 years of age should become an elector and should always vote. In accordance with the Constitution of India, electoral laws, rules and instructions issued therein, the Election Commission of India was, is and will always be with the voters. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം 2024 മാർച്ച് മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചുമതല വഹിക്കുകയായിരുന്നു. പാർലമെന്ററി കാര്യ മന്ത്രാലയം സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ബിജെപി നിയമസഭാ കക്ഷിയോഗം ഇന്ന് വൈകുന്നേരം ചേരും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി MLAമാരും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ രാംലീല മൈതാനിയിൽ നടക്കുമെന്നാണ് സൂചന. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70ൽ 48 സീറ്റും ബിജെപി നേടിയിരുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ബാധിച്ച 5 സംസ്ഥാനങ്ങൾക്ക് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 1554 കോടി രൂപയുടെ കേന്ദ്ര സഹായം അനുവദിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിലാണ് തീരുമാനം. ആന്ധ്രാപ്രദേശിന് 608 കോടി രൂപയും നാഗാലാൻഡിന് 170 കോടി രൂപയും ഒഡീഷയ്ക്ക് 255 കോടി രൂപയും നൽകും. തെലങ്കാനയ്ക്ക് 231 കോടി രൂപയും ത്രിപുരയ്ക്ക് 288 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിക്ക് കീഴിൽ കേന്ദ്രം അനുവദിച്ച ഫണ്ടിന് പുറമെയാണ് അധിക സഹായമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ പുതിയ മന്ദിരോദ്ഘാടനം കേന്ദ്രമന്ത്രി JP നദ്ദയും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ചേർന്ന് നാളെ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ശശി തരൂർ MP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. നാഷണൽ സർവീസസ് സ്കീം അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ അവാർഡുകൾ സന്നദ്ധ സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് നൽകിവരുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഛത്രപതി ശിവാജി മഹാരാജിന്റെ
395-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുശക്തവും സ്വയം പര്യാപ്തവും സമ്പദ് സമൃദ്ധവുമായ രാഷ്ട്ര നിർമ്മിതിക്കായി അദ്ദേഹം നമ്മെ പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഛത്രപതി ശിവാജിയുടെ ധീരതയും കാഴ്ചപ്പാടുകളും സ്വരാജ്യം എന്ന ആശയത്തിന് അടിത്തറ പാകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ജന്മവാർഷികത്തോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിൽ ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. ശിവനേരി കോട്ടയിൽ നടന്ന ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പങ്കെടുത്തു. മഹാകുംഭമേള ദീർഘിപ്പിക്കുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് യുപി സർക്കാർ. ഈ മാസം 26-ന് തന്നെ മഹാകുംഭമേളയ്ക്ക് സമാപനമാവുമെന്നും പ്രയാഗ്രാജ് ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. രാജ്യത്തെ നഗരപ്രദേശങ്ങളിലെ 15 വയസ്സിന് മുകളിലുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്കിൽ 6.4% കുറവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. 2024 ഒക്ടോബർ ഡിസംബർ കാലയളവിലെ കണക്കാണിത്. തൊഴിലിൽ ഏർപ്പെടുന്നവരുടെ നിരക്ക് ഈ കാലയളവിൽ 50.4%-മായി വർദ്ധിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 23-ന്. മൻ കി ബാത്തിന്റെ 119-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് 9-ാം പതിപ്പിന് ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ നേരിടും. കറാച്ചിയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ ബംഗ്ലാദേശിനെതിരെയാണ്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ആദ്യ ഇന്നിംഗ്സിൽ ഗുജറാത്തിനെതിരെ 457 റൺസിന്റെ ഉജ്ജ്വല സ്കോർ സ്വന്തമാക്കി കേരളം. മുഹമ്മദ് അസറുദ്ദീൻ പുറത്താവാതെ നേടിയ 177 റൺസാണ് കേരളത്തെ പിന്തുണച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 66 റൺസ് എന്ന നിലയിലാണ്. മറ്റൊരു സെമിഫൈനലിൽ വിദർഭയ്ക്കെതിരെ മുംബൈ ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് എഫ്സി മുംബൈ സിറ്റിയെ നേരിടും. വൈകുന്നേരം 7:30-ന് ഹൈദരാബാദിലാണ് മത്സരം. ഐക്യരാഷ്ട്ര രക്ഷാസമിതി പരിഷ്കാരങ്ങളിൽ ഭൂരിപക്ഷ അഭിപ്രായം കണക്കിലെടുക്കണമെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്നത്തെ ഭൌമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ സമിതി വിപുലീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷാസമിതി പരിഷ്കരണ പ്രക്രിയയിൽ 16 വർഷമായി ഒരു പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. സ്ഥിര അംഗത്വത്തിനുള്ള ആഫ്രിക്കയുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന ചൈന അതേസമയം ഇന്ത്യയെയും ജപ്പാനെയും ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുകയാണ്. ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിൽ എല്ലാ ഇസ്രായേൽ പലസ്തീൻ തടവുകാരെയും ഒരുമിച്ച് കൈമാറാൻ നിർദ്ദേശിച്ച് പലസ്തീനിയൻ സായുധ ഗ്രൂപ്പായ ഹമാസ്. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ തീരുമാനിച്ച 6 ബന്ദികളെ ശനിയാഴ്ച വിട്ടയക്കുമെന്നും 4 പേരുടെ മൃതദേഹങ്ങൾ നാളെ കൈമാറുമെന്നും ഹമാസ് അറിയിച്ചു. വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ട ചർച്ചകൾ ഈ ആഴ്ച നടക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൻ സാർ സ്ഥിരീകരിച്ചു. റഷ്യയുമായുള്ള യുദ്ധം യുക്രൈൻ നേരത്തെ അവസാനിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൌദി അറേബ്യയിലെ യുഎസ് റഷ്യൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളിൽ നിന്ന് യുക്രൈനെയും യൂറോപ്യൻ സഖ്യകക്ഷികളെയും ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം. സമവായ ചർച്ചകളിൽ യുക്രൈനിനെ പങ്കെടുപ്പിക്കണമെന്ന് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. യുക്രൈൻ പ്രസിഡന്റിന് പ്രശ്നം സമവായത്തിലെത്തിക്കാൻ ശേഷിയില്ലെന്ന വിമർശനവും ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചു. പ്രായപൂർത്തിയാകാത്തവർ ഒപ്പമില്ലാതെ അമേരിക്കയിൽ പ്രവേശിക്കുന്ന കുട്ടികൾക്ക് ഇമിഗ്രേഷൻ കോടതിയിൽ നിയമസഹായം നൽകുന്നത് ട്രംപ് ഭരണകൂടം നിർത്തിവച്ചു. അഭിഭാഷക സഹായം തേടുന്നതിനുള്ള ചെലവ് താങ്ങാൻ കഴിയാത്ത നിരവധി പേരെ സാരമായി ബാധിക്കുന്നതാണ് ഈ തീരുമാനം. പാകിസ്ഥാൻ ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമാണെന്നും ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിൽ മുൻനിരയിലാണെന്ന ഇസ്ലാമാബാദിന്റെ അവകാശവാദം വിരോധാഭാസമാണെന്നും ഇന്ത്യ. യുഎൻ പട്ടികയിലുള്ള 20-ലധികം ഭീകര സംഘടനകൾക്ക് അഭയം നൽകുന്ന പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നതായും ഇന്ത്യയുടെ സ്ഥിരം യുഎൻ പ്രതിനിധി പർവ്വതനേനി ഹരീഷ് യുഎൻ രക്ഷാസമിതിയിൽ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 59 പോയിന്റ് ഉയർന്ന് 76,027-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 25 പോയിന്റ് നഷ്ടത്തിൽ 22,945-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമപ്രദേശങ്ങളിലെ പൌരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്തിന്റെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ബിജെപി നിയമസഭാ കക്ഷിയോഗം ഇന്ന് ചേരും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. പ്രകൃതിക്ഷോഭം നേരിട്ട 5 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 1554 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് 9ാം പതിപ്പിന് കറാച്ചിയിൽ ഇന്ന് തുടക്കം. രഞ്ജി ട്രോഫി സെമിഫൈനലിൽ 457 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറുമായി കേരളം. ഐക്യരാഷ്ട്ര രക്ഷാസമിതി പരിഷ്കാരങ്ങളിൽ ഭൂരിപക്ഷ അഭിപ്രായം കണക്കിലെടുക്കണമെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.